വെൺപ്രാവുകൾ ചേക്കേറുമീ ചുരങ്ങളിൽ വരങ്ങളിൽ കാറ്റോടിയോ പൂത്തുമ്പികൾ വിൺകുമ്പിളിൽ പമ്മിയും പതുങ്ങിയും തേൻ തേടിയോ നക്ഷത്രങ്ങൾ തേടി നവരത്നങ്ങൾ തേടി സ്വപ്നത്തേരിൽ നിന്നെ കാണാനെത്തുമ്പോൾ ചാഞ്ചക്കം തെന്നിയും എന്താണ് കുറേ അല്ലോ വീഡിയോ കണ്ടിട്ട് എവിടെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. വീഡിയോ ഇട്ടിട്ട് ഇപ്പം ഏകദേശം 2 മാസമായി അല്ലേ, 2 മാസത്തിന് മേലെയായി, കുറേ ആയി. എന്താ കാരണം ചോദിച്ചാൽ നാട്ടിലാകെ യുദ്ധമല്ലേ. യുദ്ധം എന്നല്ല കേട്ടോ, യുദ്ധം പറഞ്ഞാൽ അവിടെ എന്താ പറയുക, യുദ്ധങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് യുദ്ധങ്ങളൊക്കെ ഉണ്ടായിനി. ആ യുദ്ധങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കണ്. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇനി, അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവില്ല എല്ലാവർക്കും, അതേപോലത്തെ കുറച്ച് പ്രശ്നം ഉണ്ടായിനി. അപ്പോൾ ഞാനും തന്നെ കുറച്ച് ഡെസ്പായപ്പോൾ അതിൻ്റെ ബാക്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് വന്നു. ആ സീരിയസ് ആയി കുറേ കാര്യങ്ങളൊക്കെ സോൾവ് ആക്കി. അപ്പോൾ പിന്നെ അതുമല്ല, നമ്മൾ ഈ കൂടുതൽ എന്താ പറയുക, എനിക്ക് ഈ അന്ധവിശ്വാസം കൂടുതലില്ലാത്ത ആളാണ് കേട്ടോ നമ്മളൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ ചില സമയത്ത് തോന്നും നമ്മളൊക്കെ വീഡിയോ ഇറക്കിയിട്ടും വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴൊക്കെ ഈ കണ്ണേറ് തട്ടുന്നുണ്ടോന്നില്ലേ. കണ്ണേറ് നമ്മൾ ഈ നല്ല നേരക്ക് ഇങ്ങനെ പോകുമ്പോഴേ നമ്മൾ നല്ല വീഡിയോ ഇടുന്നു, നല്ല നേരക്ക് ഇങ്ങനെ ചിരിച്ചടിച്ച് നടക്കണ്, വലിയ കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ലൈഫ് എന്നൊക്കെ തോന്നുമ്പോൾ കണ്ണേറ് തട്ടുണ്ടോ അങ്ങനത്തെ ഒരു തോന്നൽ. ഒരു പ്രശ്നമില്ലാത്ത നമുക്ക് വലിയ വലിയ പ്രശ്നങ്ങൾ വരുന്നതിന് തോന്നുക. അപ്പോൾ ഒന്ന് ടേക്ക് റെസ്റ്റ് എടുത്തതാണ്. അപ്പോൾ കുറേയൊക്കെ റെഡിയായി, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അപ്പം കണ്ണേറ് തട്ടാത്ത രീതിയിൽ പോകാൻ പറ്റും നോക്കട്ടെ. എനിക്കതിൽ വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാലും ചില സമയത്ത് ഇങ്ങനെ തോന്നിപ്പോവും ഇതൊക്കെയാണോ. നമ്മളങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് നല്ല ഹാപ്പി മൂമെൻറ്റിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവന് വേറെ കുഴപ്പമൊന്നുമില്ല, ഇവൻ ഫുള്ള് ഹാപ്പിയാണ്, ഓനൊക്കെ ലൈഫ് അടിപൊളിയാണ്, നാട്ടിൽ സുഖം, ഇവിടെ യൂറോപ്പിൽ മറ്റത് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് ചില ആൾക്കാർക്ക്. കണ്ണിടല്ലേ കേട്ടോ ദയവ് വിചാരിച്ചിട്ട്, അങ്ങനെയൊന്നുമില്ല. നിങ്ങളൊക്കെ പോലെ തന്നെ നമ്മളും പോണത്. പിന്നെ പുറത്തേക്ക് ഇങ്ങനെ കാണിച്ച് കൂട്ടാന്നുള്ളൂ, ഭയങ്കര സംഭവം എന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒരേപോലെ തന്നെ. നിങ്ങളെങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ ജീവിക്കണുള്ളൂ. എന്താ പറയുക, അധ്വാനിച്ച് നയിച്ചുണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കുടുംബം നോക്കണം, അത്ര തന്നെ ഉള്ളൂ. അതിൻ്റെ അടിയിൽ കൂടെ ഓരോരോ പ്രശ്നങ്ങൾ നമ്മൾ അടിയിങ്ങനെ വരും. എല്ലാവർക്കും ഓരോ പ്രശ്നങ്ങൾ, അതേപോലെ എനിക്കും പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ചില സമയത്ത് നമ്മൾ അത് കൂളായിട്ട് നേരിടും, ചില സമയത്ത് നമുക്ക് നേരിടാൻ പറ്റാത്ത രീതിയിൽ പ്രശ്നങ്ങൾ വരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് ചിലപ്പോൾ നേരിടേണ്ടി വരും. നേരിടുക, അത് ക്ലിയർ ആക്കുക, അതും തരണം ചെയ്യുക, പോവുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോയും കാര്യങ്ങളും നമ്മളിപ്പം ഞാൻ വീഡിയോ പറഞ്ഞിട്ട് കുറേ കാലമായിട്ട് തുടങ്ങിയത് തന്നെയാണ്. വീഡിയോ ഒന്നും തന്നെ തുടങ്ങിയതെന്നല്ല, കാരണം ഞാൻ ശരിക്കും പറഞ്ഞാൽ പാട്ട്, സംഗീതം, അവിടെ നിന്നാണ് ഞാൻ സിംഗറായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോയിൽ വന്നു തുടങ്ങിയത്, അല്ലാതെ സംസാരിച്ചിട്ടല്ല. അപ്പോൾ ഞാൻ ഇവിടെ മാൾട്ടയിൽ, യൂറോപ്പിൽ ഇങ്ങനെ മാൾട്ടയിൽ എൻ്റർ ചെയ്തതിന് ശേഷമാണ് ഞാൻ സംഗീതം കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്, ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ ചെയ്ത് ഇങ്ങനെ പോകാച്ചിട്ട്. അതുപോലത്തെ ഇൻഫർമേഷനും കാര്യങ്ങളും എന്താ പറയുക കൊടുത്തിട്ട് തുടങ്ങിയത് തന്നെയാണ്. പിന്നെ അത് പോകെ എല്ലാവർക്കും ഒരു സപ്പോർട്ട് ആയിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ പോയി. അങ്ങനെയാണ് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എനിക്ക് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ സിംഗിങ് എന്നുള്ള സാധനം അതിൻ്റെ ഉള്ളിലത്തെ ഒരു സാധനമാണ്. നമുക്ക് എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ ഇവിടെ എന്നാൽ ഇപ്പം പുറത്ത് വന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും, നമുക്കിവിടെ ജോലി, റൂം, അതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ നമുക്ക് എന്താ പറയുക ഒരു എൻ്റർടൈൻമെൻറ്റ് ഒന്നും അധികം ഉണ്ടാവില്ല. കാരണം പണിക്ക് പോകണ വരും ആ മൈൻഡല്ലേ. ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ഈ റീലൊക്കെ എടുക്കണത്, എങ്ങനെ എവിടെയൊക്കെ ഫോൺ ഇങ്ങനെ ചാരിച്ചിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിച്ചിട്ട്. ഈ പുറത്തുള്ള യൂറോപ്പും എവിടെ എല്ലാ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ എങ്ങനെയൊക്കെയാണ്, അതെന്താ വെച്ചാൽ അവർക്ക് അതൊക്കെ ഉള്ളൂ. അതായത് അതൊക്കെയാണ് ഒരു ഹാപ്പി മൊമെൻറ്റ്. നമ്മളൊരു പാട്ട് കാണുന്നു, ഡാൻസ് കളിക്കണു, അതൊന്ന് പുറത്തിടുന്നു, നമ്മൾ നാട്ടുകാരൊക്കെ ഒന്ന് കാണുന്നു, മതി, അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അപ്പോൾ അതേപോലെ എനിക്ക് എൻ്റെതായ ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെ ഇത്. ഏത് ഒരു വീഡിയോ ഒക്കെ എടുക്കുക, അതിനെക്കുറിച്ച് സംസാരിക്കുക, പറയുക, അങ്ങനെ പോകണതാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ കുറേ ആയിട്ട് 2 മാസമായിട്ട് ഞാൻ ചിന്തിച്ചിരിക്കുന്നതിന് എന്താ വെച്ചാൽ എന്ത് ചെയ്യും, കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ക്യാഷൊക്കെ ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഞാൻ അതുവരെ എനിക്ക് ചില ആൾക്കാർക്ക് തോന്നിട്ടോ ഞാൻ അതിലിങ്ങനെ വാരുകയാണ്, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്കിപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, അതിമാത്രം വലിയെന്നല്ല, അതിമാത്രം വലിയ എമൗണ്ട് എനിക്ക് വന്നിട്ടില്ല. യൂട്യൂബിലുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത്, പക്ഷേ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ അത്രയും കൂടി ഫോളോവേഴ്സ് അതിലായിട്ടില്ല. അതേപോലെ തന്നെ ഫേസ്ബുക്കിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഫേസ്ബുക്കും യൂട്യൂബാണ് അത്യാവശ്യം ക്യാഷ് പെട്ടെന്ന് കിട്ടുക. ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുമെന്നൊക്കെ എനിക്കറിയാം, പക്ഷേ ഇവിടെ മാൾട്ടയിൽ അതെന്തൊരു ബാൻ പ്രശ്നമുണ്ട്, അപ്പോൾ അത് എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ യൂട്യൂബിൽ ഓൺ ആക്കിയിട്ടൊന്ന് സ്ട്രോങ് ആവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യമേ ക്യാഷ് ഉണ്ടാക്കാം. അതേപോലെ ഫേസ്ബുക്കിലും ക്യാഷ് ഉണ്ടാക്കാം.
അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ച് എന്തിനാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നത്. കുറേ ഇൻഫർമേഷൻ ഞാനൊക്കെ ഒരുപാട് പറഞ്ഞു, ഒരുപാട് കാര്യം മനസ്സിലായി. എന്നാലും ഇവിടെ അപ്ഡേഷൻസ് വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ട് നിൽക്കും. ഇപ്പോൾ കഴിഞ്ഞ മാസം, മുന്നത്തെ മാസം, ഈ മാസമൊക്കെ ആയിട്ട് മാൾട്ട എന്നല്ല ഓൾ യൂറോപ്പിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇപ്പം യുദ്ധത്തിന് കാരണം കൊണ്ടുള്ള പ്രശ്നമല്ല പറയുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ്റുകൾ തന്നെ ഒരുപാട് റൂൾസ് ചേഞ്ച് ആക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ടേ നിൽക്കായിരുന്നു ഇത്രയും കാലമൊക്കെ. അപ്പോൾ ഇനിയും വരും. അപ്പം ഞാനതിനെക്കുറിച്ച് പറയാമെന്നല്ല, നിങ്ങളതിനെക്കുറിച്ച് ശരിക്കും അന്വേഷിക്കാൻ തരുന്ന മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി ഞാൻ നോക്കട്ടെ. പക്ഷേ ഞാൻ ഇപ്പോൾ മാറ്റിപ്പിടിക്കാനുള്ള പ്ലാനാണ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക വീഡിയോ കാര്യങ്ങൾ എന്ന് വെച്ചാൽ പാട്ടും അതേപോലെ നാട്ടിലത്തെ ലൈവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടും പ്രതികരിച്ചിട്ടും അങ്ങനെയൊക്കെ പോയാലെന്നാണ് വിചാരിക്കുന്നത്. കാരണം നമ്മളെ നാട്ടിലെ പ്രശ്നങ്ങൾ അതും നമ്മൾ മൈൻഡ് വെക്കണമല്ലോ. അല്ലാതെ നമ്മൾ ഇവിടുത്തെ കാര്യം മാത്രം പറയുക, നമ്മളൊന്നും അറിയാത്ത പോലെ ഉണ്ടാക്കുക, അങ്ങനെ തോന്നുന്നു. എനിക്ക് എൻ്റെ ഉള്ളിൽ കുറേ ഇതേപോലെ വാശികളൊക്കെ വരാറുണ്ട് കേട്ടോ. പലതും കേൾക്കും. നാട്ടിലത്തെ രാഷ്ട്രീയം പലതും ഉണ്ട് പറയാൻ തോന്നല്. ഉള്ളിലിങ്ങനെ കിടന്ന് കളിക്കും. നമുക്ക് ഫോണുകളിൽ ഇങ്ങനെ നോക്കുന്നതല്ലാതെ പറയണം, പ്രതികരിക്കണം എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളെ ശരികൾ നമുക്ക് പറയാമല്ലോ, മറ്റുള്ളവരെ ശരി ചിലപ്പം നമ്മളെ തെറ്റേക്കാരം നമുക്ക് തെറ്റായിട്ട് തോന്നും. പക്ഷേ നമ്മളെ ശരി അവർക്ക് ചിലപ്പോൾ തെറ്റേക്കാരം. പക്ഷേ ഇതിനൊരു കോമൺ ആയിട്ടൊരു സാധനം ഉണ്ടല്ലോ, മനുഷ്യൻ എന്നുള്ള സാധനം. അപ്പോൾ ഈ മനുഷ്യൻ എന്നുള്ള സ്ഥാനത്ത് നിന്നിട്ട് നമുക്കൊരാളെ അല്ലെങ്കിൽ ഒരാൾ ചെയ്യണീനെ നമുക്കത് പറഞ്ഞു കൊടുക്കാനും പറ്റും. നമ്മൾ ചെയ്യണത് തെറ്റാന്ന് പറയാൻ അവർക്കും പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇറങ്ങിയാലോ എന്ന് കൂടി വിചാരിക്കേണ്ടിയാണ്. അപ്പം ഇങ്ങനെ വിമർശനം മുതൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയണോ, അതോ പാട്ടും പാടിയിട്ട് മിണ്ടാതൊരു മൂലക്ക് ഇരിക്കണോ, അതല്ല ഇങ്ങനത്തെ യൂറോപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ട് മൂലക്ക് ഇരിക്കണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് വെച്ചാൽ യൂറോപ്പും ഇതൊക്കെ ഇടയിലൊക്കെ മതി. നാടിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കൊന്ന് പ്രതികരിക്കണം എന്ന് തോന്നുന്നുണ്ട്. ഞാൻ പ്രതികരിക്കും. നല്ലതല്ലാത്തത് കണ്ട നല്ലതാണെങ്കിൽ നല്ലതും പറയട്ടോ. അപ്പം അങ്ങനെ എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അതേപോലെ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ വൈബിൽ ഇങ്ങനെ പോണതും വീഡിയോ ഒക്കെ ആക്കി ഇങ്ങനെ വിടണമെന്നുണ്ട്. ഈ വീഡിയോ ഒക്കെ ആക്കി ഇടുന്നത് നിങ്ങൾ കാണാൻ മാത്രമല്ല, നിങ്ങൾ കാണണം. അതിൻ്റെ പുറത്ത് ഞാൻ തന്നെ കുറേ കാലം കഴിഞ്ഞ് എന്താ പറയുക നാട്ടിൽ എൻ്റെ വീട്ടിൽ ചാരുകസാരമൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തന്നെ കണ്ടിരിക്കാമല്ലോ ഞാൻ അങ്ങനെയൊക്കെ പോയി അവിടെയൊക്കെ ചെയ്ത് അവിടെയൊക്കെ ഫോട്ടോ അവിടെയൊക്കെ ഇങ്ങനെ അതൊരു ഓർമ്മകളല്ലേ, നൊസ്റ്റാൾജിക് ഫീൽ വരുമല്ലോ. അപ്പോൾ ഇപ്പം ചെയ്യുന്ന ഓരോ വീഡിയോക്കും അന്ന് കുറേ കഥകൾ പറയാൻ എനിക്ക് തന്നെ ഉണ്ടാവും. അത് എൻ്റെ മനസ്സിനെ തന്നെ ഒരു സമാധാനപ്പെടുത്താനാണ് ഞാൻ എൻ്റെ ചാനലിൽ ഈ ഒരു വീഡിയോസ് ഇടുന്നത്. അത് നിങ്ങൾക്കും കൂടി ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒപ്പം കൂടണം. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോസ് നമ്മൾ ഇടും, കുഴപ്പമൊന്നുമില്ല. പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാവർക്കും വരും, ഒന്നും മൈൻഡ് ചെയ്യണ്ട. അതായത് വരുന്നത് വരട്ടെ, അത് നേരിടുക, ക്ലിയർ ചെയ്തിട്ട് പോവുക. ഒളിച്ചോടാൻ നിൽക്കണ്ട, അത്രേ ഉള്ളൂ. എനിക്ക് തന്നെ പ്രശ്നങ്ങൾ ഞാൻ അത്ര തന്നെ ഉള്ളൂ കാണുള്ളത്. അതിങ്ങനെ ഒരു കയറ്റം ഇറക്കമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് പോകും. അങ്ങനെ കയറി വരും, ഇറങ്ങും, കയറും, ഇറങ്ങും, അങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നത്തിലൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ ക്ലിയറാക്കി അടുത്തേക്ക് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ഫ്ലാറ്റായി ലെവലായിട്ട് ഹാപ്പിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അടുത്ത പ്രശ്നം വരും. അത് നമ്മൾ തരണം ചെയ്യും, അടുത്തേക്ക് പോകും. സോ അത് നിൽക്കുന്നില്ല, മരണം വരെ പോണ എന്താ പറയുക, ആ ഒരു കബർക്ക് ഇരിക്കണ വരെ അതിങ്ങനെ ഒപ്പുണ്ടാവും. അത് ആരൊപ്പം ഉണ്ടാവും. അത് ഞാൻ അന്നൊന്നും പറഞ്ഞ കാശ് തന്നെയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ആയിട്ട് വരണ്ട്. ഓക്കെ, അപ്പോൾ ശരി, ബൈ.